എല്ലാം എടുത്തു വെച്ച് തോന്നുന്നു. ഓയ് പൊണ്ടാട്ടി, ആരിത്? അല്ല അർജുനെ, നിനക്ക് ഇതല്ലല്ലോ ഞാൻ എടുത്തു വെച്ചേ. ഇത് രസല്ലേ? ഇതാകുമ്പോ നമ്മൾ മാച്ചിങ് ആയല്ലോ. ഓ അങ്ങനെ. കൊള്ളാം കൊള്ളാം. അതെന്താടി, രസല്ലേ? രസത്തിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ എന്തോ ഒരു പ്രശ്നം. എന്ത് പ്രശ്നം? നിന്റെ ഹെയർ സ്റ്റൈലിന് എന്തോ പ്രശ്നമുണ്ട്. ആണോ? കുഴപ്പമില്ല, റെഡി ആയിക്കോളും. നമുക്ക് പോവാ. അതിനെല്ലാരും വരണ്ടേ? നമ്മൾ മാത്രമേ റെഡി ആയിട്ടുള്ളൂ. എല്ലാരും വരട്ടെ, ടൈം ഉണ്ടല്ലോ. പിന്നെ അർജുനെ, എന്തേ എന്തൊരു സോപ്പിടൽ നിനക്ക്? അത് പിന്നെ എന്റെ ഡ്രസ് എങ്ങനെയുണ്ട്? ഓ അത് ചോദിക്കാനാ? അതെ അതെ, രസമുണ്ടോ? പിന്നെ രസമില്ലാതെ ആരാ ഇട്ടേ? ശരിക്കും രസമുണ്ടോ? ആടി പെണ്ണേ, നല്ല രസമുണ്ട്. ഇപ്പോഴൊരു കോൺഫിഡൻസ് ആയത്. താങ്ക് യു. നീ എന്തിട്ടാലും സുന്ദരിയല്ലേ. പോ അവിടെ, എനിക്ക് നാണം വരുന്നത്. അയ്യടാ. ഓ എന്ത് ചെയ്തിട്ടൊരു മെനയാവുന്നില്ലല്ലോ. ഇതാണ് പറയുന്നത് ട്രിപ്പ് പോകുന്നതിന് തലേ എണ്ണ വെച്ച് കുളിക്കരുതെന്ന്. എനിക്ക് ഏത് നേരത്താണാവോ. ഹലോ ഹലോ, സാജനേട്ടൻ വരുന്നില്ലേ? എത്ര നേരായി? വണ്ടി വന്നോ? വണ്ടി ഒന്നുമില്ല. പിന്നെന്താ, ഇഷ്ടംപോലെ സമയമുണ്ട്. എന്നെ കാണാൻ രസമുണ്ടോ? ഓ നല്ല ഭംഗിയുണ്ട്. അതിന് സാജനേട്ടൻ എന്നെ നോക്ക് പോലും ചെയ്തില്ലല്ലോ. ഞാൻ നോക്കണോ മോളെ? എനിക്കറിയില്ല നീ സുന്ദരിയാന്ന്. ഇനി ഒരു വർഷത്തേക്ക് കുളിക്കാൻ എനിക്ക് സോപ്പിന്റെ ആവശ്യമില്ല. ഒന്ന് ഇങ്ങോട്ട് നോക്ക്. പറ, എന്താ സംഭവം? രസമുണ്ടോ? നല്ല ഭംഗിയുണ്ടോ? ശരിക്കും നല്ല ഭംഗിയുണ്ട്. നമ്മൾ മാച്ചിങ് ആക്കണ്ടോ? അതെങ്ങനെ? അതൊക്കെ ഉണ്ട്. നമുക്ക് കുറച്ച് ഫോട്ടോ എടുക്കാം. എടുക്കാം, വാ. വാ. കൊള്ളാം കൊള്ളാം. പക്ഷെ ഞാനൊരു സുന്ദരി തന്നെ. എത്ര സുന്ദരിയായിട്ട് എന്ത് കാര്യം? ഒരു ബോയ് ഫ്രണ്ട് പോലും ഇല്ല. നമുക്കൊക്കെ എന്നാണാവോ ഇതിനൊരു ഭാഗ്യം ഉണ്ടാവുക? ചിന്നുവിന്റെ ഒക്കെ ഒരു ഭാഗ്യേ. വരുമായിരിക്കും. എനിക്കും ഉണ്ടാവല്ലോ എവിടെയെങ്കിലൊക്കെ ഒരു ചെക്കൻ. ഈശ്വരാ, ഉണ്ടാവൂലേ? വരുമ്പോ വരട്ടെ. അല്ല, ഈ മോട്ട് കുളിക്കാൻ കണ്ടിട്ട് കുറെ നേരമല്ലോ. മോട്ടോ, നീ ട്രിപ്പിന് വരുന്നില്ലേ? അവിടെ കുളിച്ചോണ്ടിരുന്നോട്ടോ. അനക്കൊന്നുമില്ലല്ലോ. വരുമ്പോ വരട്ടെ, ഞാൻ താഴേക്ക് പോ. അർജുനെ, ഇതേതാ സ്ഥലം? ആർക്കറിയാം കുട്ടാ. നമുക്ക് ഇവിടെ പോവായിരുന്നു. നീ ഒരു കാര്യം ചെയ്യ്, അറിയില്ല എനിക്ക് അയച്ചിട്, ഞാൻ നോക്കാം. ഓക്കെ. കൊറേ നേരമല്ലോ, ഇവരെന്താ റെഡി ആയി വരാത്ത? സമയമുണ്ടല്ലോ, വരും. അല്ല അനു, നിനക്ക് ഇങ്ങനത്തെ കളർ ഷർട്ട് ഇല്ലല്ലോ, ഇതെവിടെ നിട്ടി? കണ്ടില്ലല്ലേ? എന്ത്, ഇത് നിന്റെ ഷർട്ടല്ലേ? നമ്മളെ കേസില് എന്റെ നിന്റെന്നൊക്കെ വേണോ? അല്ല, ഞാൻ ശ്രദ്ധിച്ചില്ല, അതുകൊണ്ട് ചോദിച്ചതാ. കുഴപ്പമില്ല, നീ ഇട്ടോ. വെറുതെ അല്ല, ഒരു പ്രത്യേക ഭംഗി എന്റെ ഷർട്ടായിട്ടാ. വന്നല്ലോ. അല്ല മോനെ, പോണ്ടേ? അതിന് വണ്ടി വരണ്ടേ? പിന്നെ നമ്മൾ മാത്രമേ മാറ്റി കഴിഞ്ഞിട്ടുള്ളൂ, വേറെ ആരും മാറ്റി കഴിഞ്ഞിട്ടില്ല. നീ ആ വണ്ടിക്കാരനൊന്ന് വിളിച്ചു നോക്ക്. അല്ല, ആളിവിടെ എത്താനായിന്നാ പറഞ്ഞ നേരത്തെ വിളിച്ചപ്പോ. വന്നോട്ടെ, എത്തുമ്പോ വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാ കുഴപ്പമില്ല. അമ്പോ, ഇതാര്? അടിപൊളി. പിന്നെ ഞങ്ങൾ കപ്പിൾസ് ഒരേ കളർ ഇടണ്ടേ? എന്തേ മീരേ, നിനക്കും വേണോ ആരെങ്കിലും? പ്രേമിക്കാനും പറ്റൂല. നീ പ്രേമിക്കേണ്ട ടൈം ആവുമ്പോ ഞങ്ങൾ പറയും കേട്ടോ. എന്ത് പരിപാടിയാ ചേട്ടാ? ചേട്ടൻ എന്തു ആവാ? ഞങ്ങൾക്ക് എന്തു ആവാ, ഞങ്ങൾ പറയുമ്പോ നീ പ്രേമിച്ചാ മതി കേട്ടല്ലോ. എന്ത് കഷ്ടാ. അല്ല മീര, മോട്ടും ഇട്ടുമോളോടെ? മോട്ടുവിന്റെ കഥയാണ് ചേട്ടാ. ചേട്ടൻ അറിയില്ല ബാത്റൂമിൽ കയറി എത്ര നേരം എടുക്കുന്നു? അയ്യോ, കുളിക്കാൻ കയറിയിട്ടേ ഉള്ളൂ. കുളിച്ചേ, ഇനിയിപ്പം ഒരുങ്ങാൻ ടൈം കൊടുത്താൽ മതി. ഇവൻ എന്തിനു മാത്രം ഒരുങ്ങാൻ? ഒരു ഷർട്ട് മാൻ എടുത്തിടാനല്ലേ ഉള്ളൂ. അവൻ അത്ര നല്ല ചേട്ടാ, അവൻ എന്തൊക്കെയോ വാരിത്തേക്കുന്ന കാണാം. അവന് പെണ്ണുങ്ങളെക്കാൾ ഒരുക്ക. വണ്ടിക്കാരൻ വിളിക്കുന്നുണ്ടല്ലോ, ഞാൻ പുറത്തേ പോയോക്കട്ടെ കേട്ടോ. അനു, നീയും കൂടി വാ. അല്ല ചിന്നു, നീ വാൻ വരില്ലേ? പറഞ്ഞ പോലെ അവൻ വരില്ലേ? ചേട്ടനല്ലേ വിളിച്ചത്? എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. അവൻ വരുന്നാ പറഞ്ഞേ, നോക്ക. ഇല്ലെങ്കിൽ നമുക്ക് വിളിച്ചു നോക്കാം. ഞാൻ ആദ്യമായിട്ടാ അവനെ കാണാൻ പോന്നേ. 100 ആഴ്ച ദേ വന്നല്ലോ. ആരിത്? അതന്നെ. ശരിക്കും ഇവനെന്താ പണി? ആക്ടറാ. ഇവര് തമ്മിൽ ഇങ്ങനെ ഒരു ബന്ധം ഉണ്ടാവും ഞാൻ വിചാരിച്ചില്ല. അത്ഭുതം തന്നെ. ഹായ് ബ്രോ, ബുദ്ധിമുട്ടായോടാ വിളിച്ചപ്പോ? ഇല്ലില്ല, എന്തായാലും ഇനിയിപ്പോ ഒരാഴ്ചത്തേക്ക് ഷൂട്ടൊന്നുമില്ല. അപ്പൊ ഞാൻ എവിടേക്കും പോണെന്നുള്ള പ്ലാനിലായിരുന്നു. അപ്പോഴാണ് ബ്രോ വിളിക്കണേ. അപ്പൊ പിന്നെ വിചാരിച്ച് എല്ലാരും കൂടി പോകുമ്പോ രസമായിരിക്കുമല്ലോ. നന്നായി, ഷൂട്ടൊന്നുമില്ല. ഞാൻ അല്ല, നമ്മളെല്ലാരും കൂടി എങ്ങനെയാ പോകുന്നേ? വണ്ടി വിളിച്ചിട്ടുണ്ട്. അർജുനും അനുവും കൂടി അങ്ങോട്ട് പോയതാ. വണ്ടി വന്നാ അവര് പറയും. ആണോ? ഇവളെ പരിചയപ്പെട്ടില്ലല്ലോ, ഇതെന്റെ സിസ്റ്റർ ആട്ടോ. അറിയാം, മീര എന്നല്ലേ പേര്? നിങ്ങൾ തമ്മിൽ എങ്ങനെ അറിയാം?
അയ്യോ അത് പിന്നെ എൻ്റെ അനിയൻ്റെ കോളേജിലാണ് പഠിക്കുന്നത്. വേറൊന്നുമല്ല. നിനക്ക് അനിയനുണ്ടോ? ആ അവൻ ഇവരുടെ പഠിക്കുന്നത്, സെയിം കോളേജ്. ആഹാ, എന്നാ അവനെ കൂട്ടിക്കൂടെയെന്നോ? ആ അവനൊരു ഒരുമാതിരി ടൈപ്പാ ബ്രോ. ട്രിപ്പിനൊന്നും വരില്ല. അല്ല, അപ്പൊ അവൻ വീട്ടിലൊറ്റയ്ക്കാണോ? അല്ലല്ല, നമ്മളൊരു കസിൻ ഉണ്ട് ഇവിടെ. അപ്പൊ അവന്റെ വീട്ടിൽ പോയി നിന്നോളൂ. ആ, എന്നാ കുഴപ്പമില്ല. സജിനേ, വാ, വണ്ടി വന്ന്. ആടാ, വരുന്നു. വാ, വണ്ടി വന്ന്. മീര, നീ മോട്ടൂനെ മിട്ടുമോളെ വിളിക്കിട്ടോ. ആ ഓക്കെ ചേട്ടാ. ചോദിച്ചു നോക്കാല്ലേ. ബിസിയാണെന്ന് തോന്നുന്നു. അതെ ചേട്ടാ. ആ, മീരയോ? എന്തേ? ഞാനിവിടെ ഇരുന്നോട്ടെ. ഓ ഇരുന്നോ, അതിനെന്താ? അല്ല ഞാൻ മാറി തരണോ? അയ്യോ വേണ്ട വേണ്ട, ഞാൻ അപ്പുറത്ത് ഇരുന്നോട്ടെ ചോദിക്കാൻ വേണ്ടിട്ടാ. ഓ ഇരുന്നോ. താങ്ക് യു. വെൽക്കം. ഓക്കെ അല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ. കുഴപ്പമൊന്നുമില്ല. ഞാനൊരു കാര്യം ചെയ്യട്ടെ? ചോദിക്കി. നമ്മൾ എങ്ങോട്ടാ പോന്നേ? ആ, അത് നീ പോകുമ്പോ പറഞ്ഞാ മതിട്ടോ. അർജുനെ പ്ലീസ് എന്നോടെങ്കിലും ഒന്ന് പറ. ആ, നിന്നോട് പറഞ്ഞാൽ എന്റെ സർപ്രൈസ് പോവും. ഇതൊക്കെ ഒരു സർപ്രൈസ് ആണ്, അവിടെ എത്തുമ്പോ കണ്ടാ മതി. മിണ്ടൂല ഞാൻ. എന്റെ പൊന്നു മോളെ, നീ എനിക്ക് ഒരു ഹെൽപ്പ് ചെയ്യണം. എന്ത് ഹെൽപ്പ്? ഈ ട്രിപ്പ് കഴിയുന്നവരൊന്ന് പിണങ്ങല്ലടാ. നിനക്ക് എന്നോടൊന്നും പറയാൻ വയ്യല്ലോ. മിണ്ടൂല ഞാൻ. ഇത് നിന്റെ നല്ലതിന് വേണ്ടിട്ടല്ലേ ഞാൻ പറയാത്തെ. എടി പെണ്ണേ, ഞാനിപ്പോ ഇത് നിന്നോട് പറഞ്ഞാ നിനക്ക് അവിടെ പോകുമ്പോ ഒരു രസം ഉണ്ടാവില്ല. അതിലും നല്ലത് അവിടെ പോകുമ്പോ കാണുന്നതല്ലേ. എന്തിപ്പോ ഇതിന് മാത്രം സർപ്രൈസ് ആവാനുള്ളത്? അതാ പറഞ്ഞേ, അവിടെ പോയിട്ട് കണ്ടോന്ന്. അനുവോ? എന്താ? പിണങ്ങല്ലടി. എന്താണ് എന്റെ മൂടും കൂടി കളയല്ലേ നീ? വേണങ്ങും പാടുന്നു. ഞാനിപ്പോ ഈ പണക്കം മാറ്റാൻ എന്താ ചെയ്യണ്ടേ? നിനക്കിപ്പോ എന്താ വേണ്ടേ? ആ സർപ്രൈസ് ഞാൻ പൊളിക്കണം, അത്രല്ലേ ഉള്ളൂ. ഞാൻ പറഞ്ഞുതരാം. വേണ്ട. എന്തു വേണ്ടാന്ന്? പറയണ്ട, അവിടെ പോയിട്ട് നോക്കാം. ആ, നല്ല കുട്ടി. ഇനി ഈ കടന്നല് കുത്തിയമാരത്തെ മുഖം ഒന്ന് മാറ്റിയേക്കോ. നീ പിണങ്ങല്ലടി. നീ പിണങ്ങി എന്റെ മൂടും കൂടി പോകൂട്ടോ. പിണങ്ങല്ലേന്ന്. ആ വേണമെന്നില്ല. ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ? ചോദിക്കി. അവിടെ തണുപ്പുള്ള സ്ഥലമാണോ അതോ ചൂടുള്ള സ്ഥലമാണോ? തണുപ്പുമല്ല ചൂടുമല്ല, ഒരു മീഡിയം ടെമ്പറേച്ചർ. അവിടെ എന്താ സ്പെഷ്യല്? സ്പെഷ്യല് ബീച്ചൊക്കെ ഉണ്ട് കുറെ, പിന്നെ നല്ല അടിപൊളി ഫുഡ് കഴിക്കാം. കഴിഞ്ഞോ നിന്റെ സംശയം? കഴിഞ്ഞു. നമ്മളൊരു ട്രിപ്പ് പോവാ, ഒന്ന് ഹാപ്പി ആയിട്ടിരിക്കി. അതും നമ്മളെ ഹണിമൂൺ. ഒന്ന് ചിരിക്കടോ. എനിക്കിപ്പോ ചിരി വരുന്നില്ല. ഹാ, നീയൊക്കെ ചിരിച്ചില്ലെങ്കിലും ഭംഗിയാവുണ്ടോ, പിന്നെ കുഴപ്പമില്ല. ആ, ചിരിച്ചല്ലോ, ഇത്രേ ഉള്ളൂ. അയ്യടാ, സോപ്പിട്ട് അങ്ങോട്ട് പതപ്പിക്കുക. എന്നെ കൊണ്ട് ഇതൊക്കെയല്ലേ പറ്റുള്ളൂ. എന്താണ് മോട്ടുവിടെ പ്രശ്നം? എന്താടാ മോട്ടു? അവളിരുന്നോട്ടടാ വിൻഡോ സീറ്റില്. അത് ചെറിയ കുട്ടിയാണ്, അതിനെ വെറുതെ വിട്ടേക്ക്. നിനക്ക് വേണേ വേറെ എവിടെയും പോയിരുന്നോ? ഒരു കാര്യം ചെയ്യ്, 5 മിനിറ്റ് നീ ഇരിക്കി, 5 മിനിറ്റ് അവൾ ഇരുന്നോട്ടെ. കഴിഞ്ഞില്ല നിങ്ങളെ പ്രശ്നം? ആ, ഇനിയെങ്കിലും ഒന്ന് അടങ്ങിയിരിക്കാൻ നോക്ക്. ഇതാണ് ഈ ചെറിയ മക്കളൊന്നും കൊണ്ട് ട്രിപ്പ് പോയത് അറിയുന്നത്. ആ മോട്ടും മിട്ടുമോളും കൂടി തല്ലുകൂടിയതാ. എന്തിനെ? വിൻഡോ സീറ്റിനെ. വേറെന്തിനെ? അയ്യോ പാവണ്ട്. ചേട്ടനെന്നാ മിട്ടുമോളം കൊണ്ട് എടുത്തോണ്ടോന്നൂടേനോ? നമുക്ക് ഇവിടെ ഇരുത്തേനല്ലോ. ഇനിയിപ്പോ വേണ്ട, അവൾ അവിടെ ഇരുന്നോട്ടെ. അവസാനം സോൾവ് ആയോ? ഓ, ഞാനല്ലേ പോയത്, സോൾവ് ആവാതിരിക്കോ? ചേട്ടൻ എല്ലാവരുടെ കാര്യം സോൾവ് ചെയ്യാൻ അറിയാം, സ്വന്തം കാര്യം മാത്രം സോൾവ് ചെയ്യാൻ അറിയില്ല അല്ലേ? എന്റെ ഏത് കാര്യം? അല്ല, നമ്മളന്ന് തല്ലുകൂടിയപ്പോഴേ ഞാനല്ലേ സോൾവ് ആക്കിയേ. ആര് പറഞ്ഞേ? ഞാനല്ലേ സോൾവ് ആക്കിയേ? ഞാനല്ലേ നിന്റെ വീട്ടിലേക്ക് വന്നത്? അല്ല, ഞാൻ സംസാരിച്ചില്ലെങ്കിൽ അത് സോൾവ് ആവില്ലായിരുന്നല്ലോ. ഓഹ്, ഭയങ്കരം തന്നെ. എന്തായാലും എന്റെ ജീവിതത്തിൽ ആ അടി ഞാൻ മറക്കൂല. ഞാനും. നമ്മളെങ്ങോട്ടാ പോകുന്നേ? ആ, അതൊക്കെ ഉണ്ട്, സർപ്രൈസ് ആട്ടോ. പറ പ്ലീസ്, നല്ല കുട്ടിയല്ലേ. പറയൂലടാ കുട്ടാ, നീ എന്നെ സോപ്പിട്ടിട്ട് ഒരു കാര്യമില്ല. ഈ ചേട്ടനെന്ത് ഇങ്ങനെ? നിങ്ങൾ ഭയങ്കര ടോക്സിക് ആട്ടോ. ആ, കുറച്ചൊക്കെ ടോക്സിക് ആവുന്നത് നല്ലതാ. പക്ഷേ ഈ ടോക്സിക് എനിക്ക് ഇഷ്ടമാണ്. അതെനിക്കറിയാലോ. കുറെ ദൂരം ഉണ്ടോ? അത്യാവശ്യം ദൂരമുണ്ട്. എന്തെറ്റി? ഒന്നുമില്ല, എനിക്ക് നല്ല തലവേദന. ഞാൻ ഇന്നലെ തീരെ ഉറങ്ങിയിട്ടില്ല. നീ എന്താ ഉറങ്ങാഞ്ഞേ? ഇന്നലെ എന്ത് കൊതുവായിരുന്നറിയോ?
എന്നെ ഉറങ്ങാൻ സമ്മതിക്കണ്ടേ? ഓ അങ്ങനെ. നീ കിടന്നുറങ്ങിക്കോ, കുറേ ദൂരമുണ്ട്. ഉം. അല്ല ചേട്ടാ, മിഥുനെന്താ വരാഞ്ഞേ? ആ അവനിങ്ങനെ ട്രിപ്പൊന്നും പോകുന്ന ഇഷ്ടമല്ലടാ. ട്രിപ്പ് പോകുന്ന ഇഷ്ടമില്ലാത്ത മനുഷ്യന്മാരുണ്ടാവോ? അവനുണ്ട്. അവന് ട്രിപ്പ് പോകുന്നൊന്നും അങ്ങനെ ഇഷ്ടമല്ല. അവന് മാക്സിമം വീട്ടിലിരിക്കാൻ തന്നെ ഇഷ്ടം. വീട്ടിലിരുന്നിട്ട് അവനെന്താ ചെയ്യുന്നേ? അതിന് വീട്ടിലിരിക്കുക പറഞ്ഞാൽ വീട്ടിൻ്റെ ഉള്ളിലിരിക്കൊന്നുമില്ല. ഇങ്ങനെ ഗ്രൗണ്ടിലും പിന്നെ ഏതേ ഫ്രണ്ട്സിന്റെ വീട്ടിലൊക്കെ ഉണ്ടാവും. അവന് പിന്നെ ട്രിപ്പ് പോകുമ്പോൾ ഞാനുണ്ടെന്ന് പറഞ്ഞാൽ തീരെ വരില്ല. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അയ്യോ, പ്രശ്നം ഉണ്ടായിട്ടൊന്നുമല്ല. അവനും ഞാനും അങ്ങനെ ഒരേ ടേസ്റ്റുള്ള ആൾക്കാരല്ല. അതാ അവനിങ്ങനെ ഫിലിം ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നതോ ഇതിനോടൊന്നും വലിയ താല്പര്യമില്ല. അല്ല ചേട്ടൻ എങ്ങനെ ഫിലിമിലേക്ക് എത്തി? എങ്ങനെ അച്ഛനും ആരെങ്കിലും? അല്ലല്ല, ഞാൻ എൻ്റെ ഇഷ്ടത്തിന് തന്നെ നോക്കുന്നതാ. അത് ഞാൻ പണ്ട് ഷോർട്ട് ഫിലിമിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസിൽ വെറുതെ ചെയ്തു നോക്കിയതാ. മീരയ്ക്ക് എങ്ങനെയാ ഈ ഫിലിമിനോടൊക്കെ താല്പര്യമുണ്ടോ? ഓ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫിലിമൊക്കെ കാണാൻ. കൊള്ളാലോ, നീ ഭയങ്കര സ്മാർട്ടാണല്ലേ. അങ്ങനെയൊന്നുമില്ല, നമുക്ക് കംഫർട്ട് ആയിട്ടുള്ള ആൾക്കാരെ കൂടെ അത്യാവശ്യം സംസാരിക്കും. ഓ അത് ശരി. ചേട്ടൻ അങ്ങനെ അധികം സംസാരിക്കില്ല അല്ലേ? ഞാനങ്ങനെ സംസാരിക്കാറില്ല. എനിക്ക് കണ്ടപ്പോഴേ തോന്നിയൊരു ഇൻട്രോവേർട്ട് ആണെന്ന്. ഇൻട്രോവേർട്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. എനിക്ക് അത്യാവശ്യം നീ പറഞ്ഞ പോലെ കംഫർട്ടുള്ള ആൾക്കാരുടെ കൂടെയാണ് ഞാൻ അത്യാവശ്യം സംസാരിക്കും. പിന്നെ ആൾക്കാരുടെ അടുത്തേക്കൊക്കെ പോകാൻ ചെറിയൊരു പ്രശ്നമുണ്ട്. എനിക്കങ്ങനെ ഒരു പ്രശ്നമില്ല, ഞാൻ എത്ര വേണമെങ്കിലും സംസാരിക്കും. നല്ലതാ, എല്ലാരോടും സംസാരിക്കണം. ചേടാ, എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു. ഓ, ഞാൻ എന്റെ മനസ്സ് കാണുന്ന അതേ സ്വഭാവം. എങ്ങനെയെങ്കിലും ഒന്ന് കമ്പനിയാക്കാം. കുഴപ്പമൊന്നുമില്ല, ഞാനൊരു കാര്യം ചെയ്യട്ടെ. ചേടാ, എനിക്ക് ക്രഷ് അടിക്കുന്നു. എന്തൊരു ലുക്കാ. നമുക്ക് ഇതിനുള്ള ഭാഗ്യമൊന്നുമില്ലേ? ശരിക്കും ഇപ്പൊ ഈ മറ്റേ സിനിമയിലൊക്കെ കാണുന്ന പോലെ എന്റെ ഷോൾഡറിലേക്ക് ഈ ചേട്ടൻ കിടന്ന ഹായ് നല്ല രസം ഉണ്ടാവേ. നമ്മളെ ക്രഷ് നമ്മളെ ഷോൾഡറിൽ കിടക്കുക അറിയാതെ. ഇതൊക്കെ സിനിമയിലേ നടക്കുള്ളൂ. ഇതെന്ത് സ്വപ്നോ? അയ്യോ, എനിക്കെന്ത് പറയണമെന്ന് മനസ്സിലാവുന്നില്ലേ. സന്തോഷാണോ പേടിയാണോ? ഓ, ഒച്ചുണ്ടാക്കി ഉണത്തണ്ട. അപ്പൊ ഇത് സിനിമയില് മാത്രല്ലേ? കിടന്നോട്ടെ. സോറി 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 ട്ടോ, ഞാൻ അറിയാതെ. കുഴപ്പമില്ല, ചേട്ടൻ കിടന്നോ? കുഴപ്പമില്ല, ഞാൻ ഉറങ്ങിപ്പോയതാ. ഇറ്റ്സ് ഓക്കേ, അറിയാതെ പറ്റിയതല്ലേ. ദൈവമേ, കുറച്ചു നേരം കൂടി തന്നൂടേനോ. കൊണ്ടേ കളഞ്ഞി. എന്താ ചിന്നു, നീ എന്നെ വിളിച്ചോ? ഇല്ല. അപ്പൊ എനിക്ക് തോന്നിയതാ. എന്തുപറ്റി? ഒന്നുമില്ല, എന്നെ ആരോ വിളിച്ച പോലെ തോന്നിയതാ. നിനക്കെന്തു പറ്റി? നോക്കല്ലാതെ. ഒന്നുമില്ല, തല നനയ്ക്കുന്നതാ. കിടന്നോ? ഗുളികന്നെ വാങ്ങണോ? വേണ്ട. കിടന്നോട്ടോ. അപ്പൊ എനിക്ക് തോന്നിയതാ. ഓ, എന്ത് പറ്റിയടാ? വാങ്ങിച്ചില്ലോ, അവിടെ എത്തിയിട്ട് വാങ്ങിത്തരേ. വിശക്കുന്നുണ്ടോ? ഒരു 5 മിനിറ്റ് കൂടി കാത്തുക്ക് കേട്ടോ. ഇനി നമുക്ക് ഫുഡ് കഴിക്കേ. അച്ചൂടാ, ചേച്ചി അർജുനേട്ടനോട് പറയാട്ടോ. മിട്ടുമോൾ അവിടെ പോയിരുന്നേ, അല്ലേ വീണു. വേഗം പോയിക്കോ. ചൂടാ, പാവുണ്ട്, അതിന് വിശന്നിട്ടായിരിക്കും. എടാ അർജുനെ, എടാ ഫുഡ് കഴിക്കണ്ടേ? ഏതാ ഹോട്ടലിൽ നിർത്താൻ പറ. കുറച്ച് കഴിയട്ടെ. എടാ മിട്ടുമോക്കൊക്കെ വിശക്കുന്നുണ്ടെന്ന്, നീ ഒന്ന് വണ്ടി നിർത്താൻ പറഞ്ഞേ. ഇവിടെ ഒന്നും നല്ല ഹോട്ടലില്ല, കുറച്ച് കഴിയട്ടെ. കുറച്ചുകൂടി പോയാൽ കിട്ടും നല്ല ഹോട്ടൽ, അവിടെ നിർത്താം. നിർത്തണേ,
ആ എനിക്ക് വിശക്കുന്നുണ്ട്. എന്നാ കുഴപ്പമില്ല. നീ കിടന്ന് ഉറങ്ങാൻ നോക്ക്. നോക്കതേ അവിടെ എന്തോ ഉണ്ട്. ശരിയാ, എന്താ അത്? ആ, ഇരിക്കാനൊക്കെ ഉള്ള സ്ഥലം തോന്നുന്നു. അവിടുന്ന് ഫുഡ് കഴിച്ചാൽ മതിയെന്നല്ലേ? നല്ല രസേക്കും. അല്ല ബ്രോ, നിങ്ങൾ സിബ്ലിങ്സാ? അതെന്താണ് നീ അങ്ങനെ ചോദിച്ചേ? അല്ല, കണ്ടപ്പോ അങ്ങനെ തോന്നി. സിബ്ലിങ്സ് ഒക്കെ തന്നെയാ, പക്ഷെ ഒരമ്മേന്റെ വീട്ടിലല്ല, പറഞ്ഞതെന്നുള്ളൂ. അങ്ങനല്ലടാ, ഞങ്ങൾ പണ്ട് മുതലേ ഫ്രണ്ട്സാ. ഇവൻ അംഗനവാടി തൊട്ട എന്റെ കൂടെ തന്നെയാ. അംഗൻവാടി തൊട്ടോ? അതെ അതെ, അന്ന് കുടുങ്ങിയതാ ഞാൻ ഇവന്റെ കൂടെ. ഓ, നിങ്ങളെ സമ്മതിക്കണം കേട്ടോ, ഇത്രയും കൊല്ലൊക്കെ ഫ്രണ്ട്ഷിപ്പ് കൊണ്ടുപോകാന്ന് പറഞ്ഞാ. ആ, ഇവനെയൊക്കെ സഹിക്കണെങ്കിലേ ഞാൻ തന്നെ വേണം മോനെ. അപ്പൊ നീയോ? എനിക്ക് പകരം വേറെ ആരെങ്കിലും എന്തെങ്കിലും ഉണ്ടല്ലോ, നിന്നെ എന്നെ തല്ലിക്കൊന്ന് കിണറ്റിലിട്ടാനെ. പോടാ പോടാ, എന്നെ കിണറ്റിലാണെങ്കിൽ നിന്നെ വല്ല പുഴയിൽ കൊണ്ടുപോയിടണം. അയ്യോ, നിങ്ങൾ അടി ഉണ്ടാക്കാൻ പറഞ്ഞല്ലോ. ഞങ്ങൾ തമ്മിൽ ഇങ്ങനത്തെ അടിയൊന്നല്ല മോനെ ഉണ്ടാവല്, ഇതിലും വലുതൊക്കെ ഉണ്ടാവലുണ്ട്. പക്ഷെ അവസാനം ഞങ്ങൾ തന്നെ ഒരുമിച്ചോളൂ. എനിക്കെന്തായാലും നിങ്ങളെ ഫ്രണ്ട്ഷിപ്പ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അല്ല, നിനക്ക് ഫ്രണ്ട്സ് ഒന്നുമില്ലേ? എനിക്കങ്ങനെ ഫ്രണ്ട്സ് ഒന്നുമില്ല. ഡാഡി ഉണ്ടായിരുന്നപ്പോ ഡാഡിനോടാ ഞാനെല്ലാം പറഞ്ഞോണ്ടിരുന്നേ. അപ്പോൾ ഡാഡിനെ ഞാനൊരു ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടാ കണ്ടത്. പിന്നെ എനിക്ക് അങ്ങനെ ആരെയും വിശ്വാസവും അങ്ങനത്തെ ഒരു സംഭവം വന്നിട്ടില്ല. അത് കുഴപ്പമില്ല, നീ ഞങ്ങളെ ഫ്രണ്ട്സ് ആയിട്ട് കണ്ടോ. അതന്നെ, നീ ഞങ്ങളെ ഫ്രണ്ട്സ് ആയി കണ്ടടാ. ഞങ്ങൾ രണ്ടാളെ ഉള്ളിൽ നിന്ന് നിന്റെ സീക്രറ്റ്സ് ഒന്നും ആരെടുത്തും പോവില്ല. ആ, ഓക്കെ. അല്ല മോനെ, എനിക്കൊരു ഭാര്യ ഉണ്ടായിരുന്നല്ലോ, എവിടെ പോയി? ഇവിടെ ഇല്ലല്ലോ, വണ്ടിൻ്റെ ഉള്ളിലോ? അർജുനെ, എന്തേ? മിട്ടുമോളെവിടെ? മിട്ടുമോള് വണ്ടിൻ്റെ ഉള്ളിൽ ഉണ്ടാവല്ലോ, ഇവിടെ ഇല്ല. വണ്ടിനുള്ളിലൊന്നും ഇല്ല. ചേച്ചി മോട്ടോന്റെ കൂടെ ഉണ്ടാവല്ലോ. മോട്ടോന്റെ കൂടെ ഒന്നും ഇല്ല. അവളെവിടെ പോവാനാ? എനിക്കൊന്നും അറിയില്ല, നീ ഒന്ന് തരുന്നേ. സജിനെ വാടാ.